ഏപ്രിൽ 11 ക്രാക്കോവിലെ വിശുദ്ധ സ്റ്റനിസ്ലാവൂസ്. 1030 മുതൽ 1079 വരെ കാലഘട്ടം. പോളണ്ടിൻ്റെ മധ്യസ്ഥനാണ് ക്രാക്കോവ് ബിഷപ്പായിരുന്ന സ്റ്റനിസ്ലാവൂസ്. പൗരസ്ത്യ യൂറോപ്യൻ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. വിശുദ്ധ തോമസ് മൂറിനെയും വിശുദ്ധ തോമസ് ബെക്കറ്റിനെയും പോലെ അനീതി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിനെ സ്റ്റനിസ്ലാവൂസ് ചെറുത്തുകൊണ്ടിരുന്നു. 1030 ജൂലൈ 26 ക്രാക്കോവിനു സമീപമുള്ള സഷെപാനോവിൽ അദ്ദേഹം ജനിച്ചു. നിസ്നോയിലെ കത്തീഡ്രൽ സ്കൂളുകളിലും പാരീസിലും പഠിച്ച് പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ സന്മാതൃകയും പ്രസംഗങ്ങളും വഴി അനേകർ മാനസാന്തരപ്പെട്ടു. 1072 അദ്ദേഹം ക്രാക്കോവിലെ മെത്രാനായി. ബിഷപ്പായതിനു ശേഷം ബെലെസ്ലാവൂസ് ദ്വിതീയൻ രാജാവിൻ്റെ അനീതികളെയും നീതിരഹിതമായ യുദ്ധങ്ങളെയും കർഷകരുടെ തിന്മകളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. രാജാവ് അനുതാപത്തിൻ്റെ ലക്ഷണം കാണിച്ചെങ്കിലും മെത്രാനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബിഷപ്പ് സ്റ്റനിസ്ലാവൂസ് അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി. കുപിതനായ രാജാവ് പടയാളികളോട് ബിഷപ്പിനെ വധിക്കാൻ ആജ്ഞാപിച്ചു. അവർ വിസമ്മതിക്കിയാൽ രാജാവ് തന്നെ ബിഷപ്പ് സ്റ്റനിസ്ലാവൂസിനെ വധിച്ചു. രാജാവ് ഹംഗറിയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് അനുതപിച്ച് തുടർന്നുള്ള ജീവിതകാലം ഓസീഖ് ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ താമസിച്ചു. 1253 ഇന്നസെൻ്റ് നാലാമൻ മാർപ്പാപ്പ സ്റ്റനിസ്ലാവൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പോളണ്ടിലെ ആദ്യത്തെ വിശുദ്ധനായ സ്റ്റനിസ്ലാവൂസ് മെത്രാൻ പോളണ്ടിൻ്റെ മുഖ്യ സ്വർഗീയ മധ്യസ്ഥനുമാണ്. വചനം എസെക്കിയേൽ 36:27. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. വിചിന്തനം. നീതിയെ പ്രതി പീഡകൾ സഹിക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. മനുഷ്യൻ അധികാരം കാക്ഷിക്കുന്നത് തന്നിഷ്ടമായി ജീവിക്കാനാണ്. വിശുദ്ധ തോമസ് മൂറിൻ്റെ വാക്കുകൾ.